ഹായ് കൂട്ടുകാരെ, മഴ പെയ്താൽ ഇതാണ് കേട്ടോ നമ്മുടെ അവസ്ഥ. ഇതാ മുറ്റത്തൊക്കെ വെള്ളം നിൽക്കുമെന്ന്, ആകെ തോടൊക്കെ നിറഞ്ഞു ഒഴുകി മുറ്റം മുഴുവനും വെള്ളമാണ്. ഈ വെള്ളം കൊണ്ട് ആകെ ഒരു വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കഴിയണത്. തോട് നിറഞ്ഞതാ ഇങ്ങനെ വെള്ളം അങ്ങോട്ട് പോവുകയാണ്. വീടിൻ്റെ ബാക്കിലും തോടാണ്, മുന്നിലും തോടാണ്. ആ തോട് നിറഞ്ഞൊഴുകണ വെള്ളമാണിത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. ഇവിടെ ഈ മുൻവശം കെട്ടാനും നിവൃത്തിയില്ല. അത് കെട്ടിക്കഴിഞ്ഞപ്പോൾ ബൈക്ക് അങ്ങോട്ട് റോട്ടിലേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ യാതൊരു പാകവും. ആകെ പെട്ടുകുത്തിരിക്കുകയാണ്. ഈ തോട് നിറഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകിയിട്ട് മറിച്ച് ചവിട്ട് വരെ വെള്ളമാണ്. കുറച്ച് പണിസാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഒഴുകിപ്പോയി. കുറച്ച് നാളികേരം ഉണ്ടായിരുന്നു, അതും ഒഴുകിപ്പോയി. മഹാ കഷ്ടമാണ് ഇപ്രാവശ്യത്തെ വർഷം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും വളരെ കഷ്ടത്തിലാണ്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ എന്താണെന്നറിയില്ല. റോഡും തോടൊക്കെ ഒന്നായി ആകെ ബുദ്ധിമുട്ടാണ് ഇവിടെ. എന്താ ചെയ്യാന്നറിയാത്തൊരവസ്ഥയിലാണ്. ആകെ മൊത്തം വെള്ളമാണ്. ഇതാ ഒരുത്തൻ കണ്ടോ വെള്ളത്തിൽ കൂടെ ഓടി നടക്കണു. എന്തായാലും വീട് ഇപ്പോൾ വെള്ളത്തിലാവുന്ന തോന്നുന്നു. അത്രയും വെള്ളമാണ്. വീടിൻ്റെ ചവിട്ട് വരെ വെള്ളം വന്നേനു. ഈ മഴ ഇങ്ങനെ നിന്നപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല. മഴ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് മഴ. ഇതാ വീടിൻ്റെ ചവിട്ടുപടി എത്താനായി വെള്ളം. ആകെ ബുദ്ധിമുട്ടിപ്പോയി കൂട്ടുകാരെ. എന്താ ചെയ്യാന്നൊരു പിടിയില്ല. കണ്ടോ, അത് ചെറിയൊരു തോടാണ്. ഈ തോട് താഴ്ചയും ഇല്ല. ആ തോട് നിറഞ്ഞിട്ടാണ് ഈ വെള്ളം ഇങ്ങനെ വന്ന് നമ്മുടെ വീടിൻ്റെ സൈഡ് കൂടെയാണ് ഈ വെള്ളം പോണത്. ഈ മുന്നിലത്തെ ഈ തോട് നിറഞ്ഞൊഴുകി വരുന്ന വെള്ളമാണ് ഈ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ അടുത്ത് കൂടെ എന്ന് പറഞ്ഞാൽ ചവിട്ടിൻ്റെ അടുത്ത് എത്താനായി വെള്ളം. ഈ നിലയ്ക്ക് വർഷം പോയാൽ എന്താ ചെയ്യുകയെന്നറിയില്ല. ആകെ ബുദ്ധിമുട്ടിലാവുകയാണ്. ഇതിങ്ങനെ പോണത് ഈ മുറ്റത്ത് കൂടെ അങ്ങോട്ട് ഇനി വീടിൻ്റെ ബാക്കിലേക്കും തോട് തന്നെയാണ്. ഈ വെള്ളം മുഴുവനും എത്തിച്ചേരുന്നത് വീടിൻ്റെ ബാക്കിലുള്ള തോട്ടിലേക്കാണ്. ഇവിടെ വീടിൻ്റെ ബാക്ക് വശം കുറച്ച് സ്ഥലത്ത് ആണ് ഞങ്ങൾ നാളികേരമൊക്കെ കുറച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അപ്പോൾ കുറച്ചൊക്കെ ഒലിച്ചു പോയി. കുറച്ചൊക്കെ അപ്പോഴേക്കും ഞാൻ വന്ന് എടുത്തു. വീടിൻ്റെ ബാക്കൊക്കെ കണ്ടോ ഈ നിലയ്ക്കായിരുന്നു. സാധനങ്ങളൊക്കെ നനഞ്ഞ് കിടക്കുകയാണ്. ഒരു നായക്കൂടിൻ്റെ അടുത്തും കൂടിയും വെള്ളമാണ്. പാവം അതിനിപ്പോൾ തണുപ്പ് സഹിക്കാൻ വയ്യാതെ എന്താ ഉണ്ടായി തീരാന്ന് അറിയില്ല. അതിപ്പോൾ എന്തായാലും ഒന്നും മിണ്ടണമൊന്നുമില്ല. ഇത് വല്ലാത്തൊരു കഷ്ടമായ കാര്യം തന്നെയാണ്. ഇതാണ് ഈ തോട്. അവിടുന്ന് വരുന്ന തോട് ഇങ്ങനെ ഒലിച്ചു പോണു. ബാക്കിലെ തോട്, വീടിൻ്റെ ബാക്കിലെ തോട്. ആകെ ബുദ്ധിമുട്ടിപ്പോയ ഒരവസ്ഥയാണ്. ഞാൻ ആയപ്പോൾ ഇന്ന് രാത്രിത്തോണ്ട് ചിലപ്പം വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാഞ്ഞാൽ മതി. അറിയില്ല. ഈ മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ അതും സംഭവിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. നിങ്ങളൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്താ ചെയ്യാന്നൊരു പിടിയുമില്ല. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.